പ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂരത്തിൽ ആനകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആനകളുടെ പരിശോധന, ഫിറ്റ്നസ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാളിദാസ് ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. കാളിദാസ്, ആനകളുടെ ഫിറ്റ്നസ് പരിശോധന അവിടെ ഇരു സ്ഥലങ്ങളിലും, അതായത് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ആനകളുടെ ഈ പരിശോധനകളൊക്കെ ഇന്നത്തെ ദിവസമാണ് നടക്കേണ്ടത്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്? അവിടെയുള്ള ആളുകളുടെ പ്രതികരണം ഒക്കെ, അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ്? എബി, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കീഴിൽ വരാൻ അണിനിരക്കാൻ പോകുന്ന ഗജവീരന്മാരുടെ പരിശോധനാ സ്ഥലത്താണ്. തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റു കൊമ്പന്മാരെ കാത്തിരിക്കുകയാണ്. ബാക്കി എല്ലാ കൊമ്പന്മാരും എത്തിയതിന് ശേഷമാണ് വീണ്ടും അതൊന്ന് പുനരാരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പരിശോധിക്കുന്ന ഒരു സ്ഥലം നമുക്കിങ്ങോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് ഇദ്ദേഹം, ഈ ഒരു സംഘം, പരിശോധനാ സംഘം നിന്ന് പരിശോധിക്കുന്നത്. അതായത് വനം വകുപ്പാണെങ്കിൽ മൈക്രോ ചിപ്പും അതേപോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പരിശോധിക്കുമ്പോൾ സർക്കാരിൻ്റെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം അവരുടെ ആരോഗ്യസ്ഥിതിയും അതേപോലെ തന്നെ മതപ്പാടുമെല്ലാം കൃത്യമായി പരിശോധിക്കും. മറ്റസുഖങ്ങളുണ്ടോ എന്ന തരത്തിലെല്ലാം പരിശോധിക്കുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ കുറേ കൊമ്പന്മാരുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്നത് വേണാട് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു കൊമ്പനാണ്. നല്ല തലയെടുപ്പുള്ളൊരു കൊമ്പൻ തന്നെയാണ്. അതേപോലെ തന്നെ ആ ഭാഗത്തേക്ക് നോക്കിയാലും ധാരാളം കൊമ്പന്മാരെ കാണാൻ സാധിക്കും. അതിൻ്റെ വേണാട് മണികണ്ഠൻ്റെ പാപ്പാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താ? വിഷ്ണു. എവിടെ സ്ഥലം? എവിടെ? തിരുവനന്തപുരം. ഓ, എന്തൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഈ മണികണ്ഠൻ്റെ? സോറി, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, എനിക്ക് മാറിപ്പോയതാണ്. മണികണ്ഠനല്ല, വേണാട് നീലകണ്ഠനാണ്. വേണാട് നീലകണ്ഠൻ്റെ പാപ്പാനാണ്. വിഷ്ണു. വേണാട് നീലകണ്ഠന്റെ പാപ്പാൻ വിഷ്ണു ആണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഇവനാള്? കുറുമ്പനാണോ? കുഴപ്പമില്ല. എത്ര കാലമായി ഇപ്പോൾ? നേരത്തെ നിന്നിട്ടുള്ള, ഇപ്പൊ വന്നിട്ട് 5 മാസമേ ഉള്ളൂ. 5 മാസമേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ മതപ്പാട് കഴിഞ്ഞു. എങ്ങനെയാണ് ഈ മതപ്പാടിന്റെ കാര്യങ്ങളൊക്കെ സാധാരണ? അത് ആരോഗ്യമുള്ള ആനയൊക്കെ ഒരു 18 വയസ്സ് തൊട്ട് 80 വയസ്സുള്ള ആനയൊക്കെ ആരോഗ്യമുള്ള മതപ്പാട് കാണിക്കും. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 45 വയസ്സ്. ഓ, അപ്പോൾ ഇന്നിപ്പോ കഴിഞ്ഞ തവണ പൂരത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ തിരുവമ്പാടിയുടെ അല്ല, ഞാൻ വേറെ ആന കൂടെ, ഊട്ടോളി പ്രസാദ് എന്ന ആനയെ കൊണ്ടുണ്ടായിരുന്നു. ഇപ്പൊ 12 ആണല്ലേ? അപ്പൊ ഇപ്പൊ 5 മാസമേ ആയിട്ടുള്ളൂ നീലകണ്ഠന്റെ കൂടെയായിട്ട്. ഓക്കെ, ചേട്ടന്റെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ നീലകണ്ഠൻ എന്ന കൊമ്പന്റെ വിശേഷങ്ങളും ഒക്കെയാണ് അറിഞ്ഞത്. നന്ദി ചേട്ടാ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് ചോദിക്കാനാണെങ്കിൽ ഈ ആനകളെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കരിവീരന്മാരെ കുറിച്ച് വിശേഷങ്ങൾ പറയാൻ ധാരാളം ആൾക്കാരുണ്ട്. എലിഫന്റ് സ്ക്വാഡിന്റെ ആൾക്കാർ തന്നെയുണ്ട്. ചേട്ടാ, എന്താ ചേട്ടന്റെ പേര്? എൻ്റെ പേര് പ്രഭു. ഇപ്പോൾ കുറെ നാളെ ഇപ്പം ഈ കാലങ്ങളായിട്ട് എലിഫന്റ് സ്ക്വാഡ് തന്നെ ഉള്ളതാണോ? കാലങ്ങളായിട്ടുണ്ട്. എല്ലാ കൊല്ലവും എല്ലാം ഉണ്ടാവും. എങ്ങനെയാണ് ഇവരുടെ ആരോഗ്യം, അല്ലെങ്കിൽ ഇവരുടെ പരിപാലനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പൂരത്തിന്റെ സമയത്ത്? പരിപാലനങ്ങളൊക്കെ ഒരു കുറവില്ല ഇവിടെ. അപ്പൊ തീറ്റയ്ക്കും വെള്ളത്തിനും എല്ലാ കാര്യങ്ങളൊക്കെ അതേപോലെ ആനകളും ആൾക്കാരൊന്നും അടുത്ത് വരാതെ ശ്രദ്ധിക്കുക, ഇതൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും ആനകളും നമ്മളെ പോലെ ഒരു സഹജീവി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ വിനിയോഗത്തിൽ നോക്കണം. ചൂടും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മളെ വിളിച്ച് നിർത്തിക്കുന്നത്. അപ്പം നമ്മൾ ആൾക്കാർ വന്ന് ശല്യം ചെയ്യുക, പിടിക്കുക. ആനക്കാരല്ലാണ്ട് വേറെ വല്ലവരും വരുമ്പോൾ ആനകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഇപ്പം ഒരു വന്ന കുറച്ച് ഇളവുകളുണ്ടല്ലോ, അത് ഒന്നും കൂടെ ഇപ്പോൾ ആനകളുടെ അടുത്തുനിന്ന് ഇത്ര മീറ്റർ മാറി നിൽക്കണം എന്നുള്ള തരത്തിലോ ഒക്കെ കൂടുതൽ സൗകര്യമല്ലേ? കാരണം ആനകള് തീർച്ചയായിട്ടും ആനകളടുത്ത് പപ്പന്മാരല്ലാണ്ട് വേറെ ആൾക്കാർ വന്ന് നമ്മളൊന്ന് സ്കോഡുകാർ നിൽക്കണുണ്ട്. അവിടെ നിൽക്കണേന്ന് നമ്മളൊക്കെ ഒരു ഒതുങ്ങി നിൽക്കുക. ആനകൾക്ക് അതൊരു ഫ്രീഡായി നിൽക്കുമ്പോൾ ആനകൾക്കൊരു ഇതാണ്. ആനകൾക്ക് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ആൾക്കാർ മാത്രം ആനയെടുത്ത് പോയി നിൽക്കുക. ഇവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ രസം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ